നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ലോകയെ പോലെ എടുക്കാൻ നോക്കി ഒടുവിൽ വൻ അപരാധമായി മാറിയ ഒരു പടത്തിനെ പറ്റിയിട്ടാണ്. തമ്മ. അതെ, നമ്മൾ പലതരം സൂപ്പർ ഹീറോ സൗത്ത് ഇന്ത്യൻ മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇത് കുറച്ച് കാട്ടുവാസി വേമ്പേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വേമ്പേഴ്സ് എന്ന് പറയുമ്പോൾ രക്തം കുടിക്കുന്നത് മാത്രമല്ല, ഇതൊരു പ്രത്യേകതരം വേമ്പേഴ്സ് ആണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഐറ്റം ഡാൻസ് ആണ്. ആക്ച്വലി ഐറ്റം ഡാൻസ് കളിക്കുന്ന കുറച്ച് വാമ്പയർസിന്റെ പടമാണിത്. അപ്പോൾ പടം തുടങ്ങുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടറായ നമ്മുടെ നായനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരന്റെ പരിപാടി എന്ന് പറയുന്നത് റിപ്പോർട്ടറാണ്. അതോടൊപ്പം തന്നെ കാട്ടിലൊക്കെ വെറുതെ അലഞ്ഞു നടക്കും. വല്ല പ്രാന്തും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കാട്ടിലിങ്ങനെ വൈബടിച്ച് നടക്കുമ്പോഴാണ് ഒരു കരടി വൈബടിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മുടെ നായനെ രക്ഷിക്കാൻ വേണ്ടി വേമ്പയർ രശ്മിയെ ചേച്ചി വരും. നിങ്ങൾ പലതരം വേമ്പേഴ്സിനെ പറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ചോര കുടിക്കുന്നതിന് പകരം ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന ഒരു വേമ്പേഴ്സിനെ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ വേമ്പയർ ചേച്ചി ഇവനെയും കൊണ്ട് രാത്രി ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഇവൻ വേമ്പയർ ചേച്ചിയെ കണ്ട് ക്രഷ് അടി. അത് പിന്നെ അങ്ങനെയാണല്ലോ. അതും പോട്ട് അവനെ കണ്ടപ്പോൾ ചേച്ചിക്കും ക്രഷ് അടി. ഇത് വേമ്പയർ തന്നെയാണ്. അങ്ങനെ കുറച്ച് സമയം വേമ്പയർ ചേച്ചിയുടെ നടത്തവും മുയൽ പിടുത്തവും കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കാട്ടുവാസി വേമ്പയർസ് വന്ന് ഇവനെയും തൂക്കിക്കൊണ്ടുപോയി അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഏതോ ഒരു കൊടൂര വേമ്പയറിന്റെ ഗുഹയിലേക്ക് ഡിന്നറിന് വേണ്ടി ഇവനെ അങ്ങ് ഇട്ടുകൊടുക്കും. കൊടൂര വേമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ കൊടൂരം? Relax, Matt. Relax. It's all right. I was just joking. Oh my God. അങ്ങനെ ഡിന്നറിന് ചോര കുടിക്കാൻ വേണ്ടി അടുത്തെത്തിയതും വേമ്പയർ ചേച്ചി വന്ന് തൂക്കിക്കൊണ്ടുപോകും. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഒളിച്ചോടാൻ പ്ലാൻ ഇടും. അപ്പോൾ ഒരു ലോറിയിലേക്ക് രണ്ടുപേരും ഒരൊറ്റ മൈൻഡിൽ എടുത്ത് ചാടും. ഇത്രയും മേളിൽ നിന്ന് ചാടിയിട്ടും ആ ലോറി ഒട്ടിക്കുന്നതിന് ഒരു ശബ്ദം പോലും കേട്ടില്ലേടി. അടഗൊമ്മാല. അങ്ങനെ ഇവൻ തിരിച്ച് വീട്ടിലെത്തിയത് ഇവന്റെ അമ്മയും അച്ഛനും ഇവന്റെ ഫോട്ടോയ്ക്ക് മാലയും ഇട്ട് പൂജയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബെസ്റ്റ് പേരൻസ്. ഇവൻ തിരിച്ചു വന്നത് എല്ലാവർക്കും സന്തോഷമായാലും ഇവന്റെ ഡാഡിക്ക് മാത്രം ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഏസ് കാണിക്കാൻ പറയും. എന്തോന്നൊക്കെ ആചാരങ്ങളുണ്ട്. വേമ്പയറൊക്കെ ആണെങ്കിലും ചേച്ചിയുടെ ചിരി വൈക്കോണി കാണും. എന്തോന്നടേ ഇത് വേമ്പയർ തന്നെ. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഇവൾക്ക് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ പട്ടിയെ കഴിക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ അതും നടക്കില്ല. അപ്പോഴേക്കും വേമ്പയർ ചേച്ചിയുടെ തനി സ്വഭാവം പുറത്തെടുക്കും. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും വേമ്പയർ ചേച്ചി അന്വേഷിച്ച ഒരു പോലീസ് ഓഫീസർ വീട്ടിലെത്തും. ആക്ച്വലി ആ പോലീസ് ഓഫീസർ ഒരു വേമ്പയർ ആണ്. ഇതെന്തോന്നടേ കാണുന്ന എല്ലാവരും വേമ്പയറാണ്. അങ്ങനെ ആ പോലീസ് വേമ്പയർ പറയും തിരിച്ച് തറവാട്ടിലേക്ക് പോയില്ലെങ്കിൽ ഒറ്റ കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ വേമ്പയർ ചേച്ചി തിരിച്ച് തറവാട്ടിലേക്ക് ബസ് കയറി പോകും. അപ്പോഴേക്കും നമ്മുടെ നായകന്റെ കഴപ്പ് കയറി വീണ്ടും തിരിച്ച് വേമ്പയർ ചേച്ചി വിളിക്കാൻ വേണ്ടി ബസ്സിന്റെ പുറകെ വിടും. അങ്ങനെ ആ വലിയ കഴപ്പ് കാരണം വണ്ടി ആക്സിഡന്റ് ആയി നായകൻ പടമാവും. ഇതെന്താ പടമായെന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ വേമ്പയർ ചേച്ചിയുടെ കഴിവ് കൊണ്ട് നമ്മുടെ നായകനെ ഒരു വേമ്പയറായിട്ട് തിരിച്ചു വരും. സൂപ്പർ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിപ്പോയി. ഒന്ന് പോടേ. ഒക്കെ കണ്ടപ്പോൾ വേമ്പയർ ചേച്ചിക്ക് തന്നെ ഇംപ്രസ് ആയി ഒരു കിസ് അങ്ങ് കൊടുക്കും. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് നമ്മുടെ നായകൻ സൂപ്പർ പവേഴ്സ് കൊണ്ട് ഷോ ഓഫ് കാണിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ നായകന്റെ ഫാദർ അറിയുന്നത്. അങ്ങനെ പടത്തിൽ ഒരു അരമണിക്കൂർ കൂടെ അഡീഷണൽ ആയിട്ട് വേണമെന്ന് ഡയറക്ടർ പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു ബാധ ഒഴിപ്പിക്കുന്ന അപ്പൂപ്പന്റെ അടുത്ത് പോകും. അങ്ങനെ അവിടെ ഒരു അരമണിക്കൂർ നമ്മളെ ചുമ്മാ അങ്ങ് വെറുപ്പിക്കും. അപ്പോഴേക്കും യൂണിവേഴ്സ് മാറി കയറിയ നമ്മുടെ ബേദി ചേട്ടൻ വന്ന് ഫൈറ്റ് നടത്തും. എന്തിനാണ് ഫൈറ്റ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. അങ്ങനെ കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഇവർ നേരെ ഒരു പബ്ബിലേക്ക് പോകും. അതൊരു വാമ്പയർ ക്ലബ്ബാണ്. അവിടെ വാമ്പയർസ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ 5 മിനിറ്റ് വേറെ ഒരു വാമ്പയറിന്റെ ഐറ്റം ഡാൻസ് വേണമെന്ന് ഡയറക്ടർ പറഞ്ഞപ്പോൾ നൂറ ഫത്തേഹി ഇത്തിരി ഫ്രീ ആയപ്പോൾ ചേച്ചിയും തൂക്കിക്കൊണ്ട് വന്ന് വേമ്പയറാക്കി ഐറ്റം ഡാൻസ് കളിപ്പിക്കും. അങ്ങനെ നമ്മുടെ വേമ്പയർ ചേച്ചിയെ തറവാട്ടിലേക്ക് തൂക്കിക്കൊണ്ടുപോയി ചങ്ങലക്കങ്ങ്. അപ്പോഴേക്കും മാസ് കാണിച്ച് നമ്മുടെ നായകൻ വന്ന് കൊടൂര വില്ലനായിട്ട് ഫൈറ്റ് ഒക്കെ നടത്തി വേമ്പയർ ചേച്ചി അങ്ങ് രക്ഷിക്കും. ഇതെന്താ കയ്യിൽ അഡീഷണൽ മസിൽ പാക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അമ്പോ എന്തൊരു ഒറിജിനാലിറ്റി. അങ്ങനെ വീണ്ടും നമ്മുടെ കൊടൂര വില്ലനെ ചങ്ങലക്കിടും. ഇത്രയുള്ള പടം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തീർന്നിട്ടില്ല, ഇനി അടുത്തൊരു അപരാധം കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അത് മിക്കവാറും ഒരു 10 വേമ്പേഴ്സിന്റെ ഐറ്റം ഡാൻസ് കാണും.